2023 വിവിധ പരീക്ഷകളിൽ PSC ചോദിച്ച പുതിയ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപവത്കരിച്ചത്? ആൻസർ ഓപ്ഷൻ എ 7 ആണ്. 7. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ വ്യവസ്ഥ അനുസരിച്ചാണ് 36-37 ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്താണ് 11 പ്രവിശ്യകളിലെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? 11 പ്രവിശ്യകളാണ്. അപ്പൊ മദ്രാസ്, യുണൈറ്റഡ് പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ്, ബീഹാർ, ഒറീസ, ബോംബെ പ്രസിഡൻസി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, അസം, ബംഗാൾ, പഞ്ചാബ്, സിന്ധ് എന്നിവയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 11 പ്രവിശ്യകൾ. ഏതൊക്കെയാണ്? മദ്രാസിന്റെ യുണൈറ്റഡ് പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ്, ബീഹാർ, ഒറീസ, ബോംബെ പ്രസിഡൻസി, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, അസം, ബംഗാൾ, പഞ്ചാബ്, സിന്ധ് ഇങ്ങനെ പ്രദേശങ്ങൾ 11 പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളായിട്ട് പറയുന്നത്, ബ്രിട്ടീഷ് പ്രവിശ്യകളായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 7 പ്രവിശ്യകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മന്ത്രിസഭകൾ രൂപവത്കരിച്ചു. മദ്രാസിൽ സി രാജഗോപാലാചാരിയും ബോംബെയിൽ BG ഖേറും യുണൈറ്റഡ് പ്രൊവിൻസിൽ GB പന്തും കോൺഗ്രസ് മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകി. മദ്രാസിൽ ആരാണ്? സി രാജഗോപാലാചാരി. മദ്രാസ് സി രാജഗോപാലാചാരി. ബോംബെയിലെ BG ഖേർ, ബോംബെ BG ഖേർ, യുണൈറ്റഡ് പ്രൊവിൻസ് GB പന്ത് ഇവരാണ് നേതൃത്വം നൽകിയത്. GB പന്ത് എവിടെയാണ്? യുണൈറ്റഡ് പ്രൊവിൻസ്, BG ഖേർ ബോംബെ, മദ്രാസിലെ സി രാജഗോപാലാചാരി. തെരഞ്ഞെടുപ്പിൽ 707 സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ രാഷ്ട്രീയ കക്ഷി മുസ്ലിം ലീഗ് ആണ്, 106 സീറ്റ്. എന്നിരുന്നാലും മുസ്ലിം ലീഗിന് ഒരു പ്രവിശ്യയിലും സർക്കാർ രൂപവത്കരിക്കാനൊന്നും കഴിഞ്ഞില്ല അല്ലെ? ഒരു പ്രത്യേക പ്രവിശ്യയായിട്ട് അവർക്ക് കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് കോൺഗ്രസിനാണ്, അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിനാണ്. 1939 സെപ്റ്റംബർ 3 വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്കോ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ കോൺഗ്രസ് മന്ത്രിസഭകളോട് കൂടിയാലോചിക്കാതെയായിരുന്നു ലിൻ ലിത്കോ പ്രഭു ഇപ്രകാരം പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുകയാണ് ഉണ്ടായത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 36-37 കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് 11 പ്രവിശ്യകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അങ്ങനെ 7 പ്രവിശ്യകളിൽ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുന്നു. അവർക്ക് 707 സീറ്റുകളൊക്കെയാണ് ലഭിക്കുന്നത്. രണ്ടാമത് വന്നത് മുസ്ലിം ലീഗാണ്, അവർക്ക് 106 സീറ്റുകൾ ലഭിക്കുന്നു. അങ്ങനെ 1939 സെപ്റ്റംബർ 3 ആയപ്പോൾ നമ്മുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലിൻ ലിത്കോ. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു? യുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷെ അത് ഇന്ത്യയിലെ മന്ത്രിമാരോട്, അതായത് ഈ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്ന മന്ത്രിമാരോട് ചോദിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനത്തിനാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നു? രാജിവെക്കുകയാണ് ഉണ്ടായത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ്? ആൻസർ കൊടുത്തിരിക്കുന്നത് KK മുഹമ്മദ് ആണ് അല്ലെ? ഞാൻ എന്ന ഭാരതീയൻ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നോർത്തേൺ റീജിയണൽ ഡയറക്ടർ ആയിരുന്നു ആര്? KK മുഹമ്മദ്. ഇബാദത്ത് ഖാനയും വിവിധ ബുദ്ധസ്തൂപങ്ങളും സ്മാരകങ്ങളും കണ്ടെത്തിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ബാബറി മസ്ജിദ്, രാമക്ഷേത്രം എന്നിവയുടെ ഖനനത്തിലും KK മുഹമ്മദ് പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 2016 പുറത്തിറങ്ങിയ ആത്മകഥയാണ് ഞാൻ എന്ന ഭാരതീയൻ. അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ ആത്മകഥയെ വിവാദമാക്കിയിരുന്നു. 2019 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. അപ്പൊ ഞാൻ എന്ന ഭാരതീയൻ എഴുതിയതാണ് KK മുഹമ്മദ് ആണ്. അദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നോർത്തേൺ റീജിയണൽ ഡയറക്ടർ ആയിരുന്നു പുള്ളി. ഇബാദത്ത് ഖാന, വിവിധ ബുദ്ധസ്തൂപങ്ങൾ, സ്മാരകങ്ങൾ ഇതൊക്കെ കണ്ടെത്തിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ബാബറി മസ്ജിദ്, രാമക്ഷേത്രം എന്നിവയുടെ ഖനനത്തിലും KK മുഹമ്മദ് എന്നാണ് പ്രധാന പങ്കുവഹിച്ചു. 2016 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഞാൻ എന്ന ഭാരതീയൻ. അത് അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ച് വിവാദമായിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത് 2019 ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോപ്പറിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കോപ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പം 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1 അതാണ് കോപ്പറിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുന്നതിനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിൽ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കും. നമ്മൾ എക്സാമ്പിൾ ആണെങ്കിൽ 1s2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 ആണ് അതിന്റെ ഷെൽ നമ്പർ, ഒന്നാമത്തെ ഷെൽ എന്നുള്ള രീതിയിൽ. S2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണുകളാണെന്ന് ഓർക്കുക. ഇനി സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം നമ്മൾ പഠിച്ചു നോക്കാം. 1s, പിന്നെ 2s, 2p, പിന്നെ 3s, 3p, 3d, പിന്നെ 4s, 4p, 4d അങ്ങനെയാണ്. പക്ഷെ ഊർജ്ജത്തിന്റെ അവസ്ഥയിൽ നമ്മൾ കൂടി വരുന്ന ക്രമത്തിൽ വരുമ്പോഴത്തേക്ക് 1s ആദ്യം എഴുതും, 2s, 2p എഴുതും, 3s, 3p എഴുതും. 3dക്ക് മുമ്പ് നമ്മൾ 4s ചേർക്കും. 4sലാണ് ഊർജ്ജം കൂടി വരുന്നത്. അതിനുശേഷം
ഫോറസ് കഴിഞ്ഞാണ് 3D വരുന്നത് അല്ലെ, ഫോറസ് കഴിഞ്ഞാണ് 3D വരുന്നത്. അതിനുശേഷം 4P വരുന്നു, അതിനുശേഷം 5s വരുന്നു, അതിനുശേഷമാണ് 4D വരുന്നത് അല്ലെ. ഊർജ്ജം കൂടി വരുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ ആദ്യം നിറയുന്നത് 1s, അത് കഴിഞ്ഞ് 2s 2p, അത് കഴിഞ്ഞ് 3s 3p, പിന്നെ 4s നിറഞ്ഞതിന് ശേഷമാണ് 3Dയിലേക്ക് പോവുക. അതിനുശേഷം 4p പോകും, അതിനുശേഷം 5s, പിന്നെ 4D. അങ്ങനെ ആ ഒരു ഓർഡർ പഠിച്ചു. അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതി. അതായത് അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങൾ, ഇപ്പൊ 30, 40 അങ്ങനെയൊക്കെയുള്ള മൂലകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ 1s 2s 2p ഇങ്ങനെ ഫുൾ എഴുതുന്നതിന് പകരം ആ മൂലകത്തിന് തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകമുണ്ട് അല്ലെ, ആ മൂലകത്തിന് തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നു. ഉദാഹരണത്തിന് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ്. അപ്പൊ ഇതിന്റെ തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകമായ ആർഗൺ, പൊട്ടാസ്യത്തിന് തൊട്ടു മുമ്പ് അല്ലെ, ഇതിന്റെ തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകമായ ആർഗോണിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആർഗോണിന്റെ പ്രതീകം ചേർത്തിട്ട് പൊട്ടാസ്യത്തിന്റെ ബാക്കി വരുന്നത് അല്ലെ 4s1 ആണ് എക്സ്ട്രാ വരുന്ന ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അങ്ങനെ എഴുതാം. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ എത്രാമത്തെ പീരീഡ് ആണ്, നമ്മൾ ഈ 1s2 2s2 2p6 3s2 3p6 4s1 എന്ന ഇതിൽ തന്നെ ലാസ്റ്റ് വരുന്ന ഷെല്ല് 4ആണ്. അപ്പൊ 4ാം പീരീഡിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ 4ാമത്തെ പീരീഡിന് തൊട്ട് മുൻപുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ പീരീഡ്. അപ്പൊ 3ാമത്തെ പീരീഡിലുള്ള ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെ, 3ാമത്തെ പീരീഡിലുള്ള ഉത്കൃഷ്ട മൂലകം എന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പിൽ നമ്മൾ 3ാം പീരീഡ് നോക്കാം. അപ്പൊ അവിടെ വരുന്നത് ആർഗൺ ആണ്. നമുക്ക് ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് ഉള്ളത് എഴുതി ചേർത്താൽ മതി. അപ്പൊ ആർഗണിന്റെ പ്രതീകം ചേർത്ത് പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് AR 4s1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പൊ സോഡിയം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സോഡിയം 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ സോഡിയത്തിന്റെ എഴുതണമെങ്കിൽ സോഡിയത്തിന് തൊട്ട് മുമ്പുള്ള പീരീഡ് എന്ന് പറയുന്നത് 2ാം പീരീഡ് ആണ്. സോഡിയം 3ാം പീരീഡിലാണ്. അപ്പൊ 2ാം പീരീഡിലുള്ള നിയോണിന്റെ സിമ്പിൾ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ഏത് വലിയ ഇതിലേക്ക് പോകുമ്പോൾ 29 39 40 അങ്ങനെ കൂടുതലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് തൊട്ട് മുമ്പുള്ള പീരീഡിൽ ഉത്കൃഷ്ട മൂലകത്തിന്റെ ഒരു പേര് എഴുതിയിട്ട് ബാക്കി ചേർത്താൽ മതി എന്ന് പറയുന്നത്. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകതകളാണ്. അപ്പൊ ഡി സബ്ഷെല്ലിന് പരമാവധി എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? 10 ഇലക്ട്രോണുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി, അതായത് ഡി 10 ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡി 5 ആയിട്ടിരിക്കുന്നതാണ് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ D4S2 എന്ന് എഴുതുന്നത് തെറ്റാണ് അല്ലെ. D4S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിൽ 4 എസിൽ 2. അപ്പൊ നമുക്ക് ഡീനെ നല്ല സ്റ്റെബിലിറ്റി ആക്കണമെങ്കിൽ ഡിയിൽ 5 ആക്കണം. അപ്പൊ എസിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ട് D5S1 എന്നാക്കണം. അതുപോലെ D9S2 എന്നാണ് ഒരു എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതെങ്കിൽ D9 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 10 വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്ഥിരത്തിലെത്തി. അപ്പൊ എസിൽ 2 ഉണ്ടും താനും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ട് ഡി കൊടുക്കാം. അപ്പൊ D10S1 നമുക്ക് പുനർക്രമീകരിക്കാം. അപ്പൊ ഇതുപോലെ എഫ് സബ്ഷനിൽ F7 F14 അല്ലെ, അതായത് എഫിൽ എത്രയാണ് മാക്സിമം 14 കൊള്ളുക അല്ലെ. FPDF എഫിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ എഫിൽ എപ്പോഴും 14 ആയിരിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പകുതി 7 ആയിട്ടിരിക്കുന്നതാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പൊ അതും ആ ഒരു രീതിയിൽ ക്രമീകരിക്കാം. പിന്നെ ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെൽ ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാകുന്നത്. അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d10 4s1 ആണ്. കാരണം 3d10 ആക്കി 4s2 നിന്ന് ഒരെണ്ണം എടുത്തിട്ട് 3d കൊടുക്കുന്നു. അങ്ങനെ 3d10 ആക്കി സ്ഥിരതയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി ക്രോമിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 24 ആണ്. അത് എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 4s1, അതായത് 4s നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്തിട്ട് 3dയിലേക്ക് കൊടുത്ത് 3d5 ആക്കി സ്ഥിരതയാക്കി നിർത്തിയിരിക്കുകയാണെന്ന് ഓർക്കുക. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. അപ്പൊ ഇവിടെ നമുക്ക് 1 2 3 ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ് നോക്കാം. അപ്പൊ ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും ഭരണഘടനാ നിർമ്മാണ സഭയിൽ സീറ്റുകൾ ലഭിച്ചില്ല. ജനസംഖ്യാനുപാതികമായിട്ട് 1:10 ലക്ഷം അല്ലെ, 1:10 ലക്ഷം എന്നതായിരുന്നു ഏകദേശ അനുപാതം. അതായത് 10 ലക്ഷം ജനസംഖ്യ ഉള്ള ആളുകൾക്ക് ഒരു സീറ്റ് അല്ലെ, 10 ലക്ഷം ജനസംഖ്യ ഉള്ള ഒരു പ്രദേശത്തിന് ഒരു സീറ്റ് എന്ന രീതിയിലായിരുന്നു. അപ്പൊ ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാനുപാതികം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം അങ്ങനെയാണല്ലേ, മുസ്ലിം സിഖ് പൊതുവിഭാഗം അങ്ങനെയാണ് വീതിച്ച് നൽകിയത്. അപ്പൊ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, അതിനാണ് ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന് പറയുന്നത്. അതനുസരിച്ച് നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾക്ക് അവരവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെ. ആനുപാതിക
പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അനുസരിച്ചിട്ട് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അങ്ങനെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 389 അല്ലെ 389 ആയിരുന്നു. 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ എവിടെ നിന്നാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണ്. നാട്ടുരാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അല്ലെ നാട്ടുരാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ 296 സീറ്റിൽ 208 സീറ്റിൽ കോൺഗ്രസും 73 സീറ്റിൽ മുസ്ലിം ലീഗും ബാക്കിയുള്ള 15 സീറ്റിൽ സ്വതന്ത്രരും ലഭിച്ചു. അപ്പൊ നാട്ടുരാജ്യങ്ങൾ ഒഴിവായി നിന്നല്ലോ. അപ്പൊ 296ലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പം 296ൽ 208 സീറ്റ് കോൺഗ്രസിന് കിട്ടി, 73 മുസ്ലിം ലീഗിന് കിട്ടി, 15 സ്വതന്ത്രർക്ക് കിട്ടി. ഇന്ത്യ വിഭജനത്തിന് ശേഷം പിന്നെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ എണ്ണം 296ൽ നിന്ന് എന്തായിട്ട് മാറി? 229ലേക്കും. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ അംഗങ്ങൾ 93ൽ നിന്ന് 70ലേക്കും ചുരുങ്ങിയത്. 296ൽ നിന്ന് എത്രയായി? 229 അല്ലെ 296ൽ നിന്ന് 229. പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു, അത് എന്തായിട്ട് മാറി? 70 അംഗങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹിപ്പോകാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ മസ്തിഷ്കമാണ്. മസ്തിഷ്കം. അപ്പൊ മസ്തിഷ്കത്തെ നമ്മൾ 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, അതായത് പൂർവ്വ മസ്തിഷ്കം, മിഡ് ബ്രെയിൻ മധ്യ മസ്തിഷ്കം, പിന്നെ എന്താണ് ഹിൻ ബ്രെയിൻ പിൻ മസ്തിഷ്കം അല്ലെ. പൂർവ്വം, മധ്യം, പിൻ മസ്തിഷ്കം, അങ്ങനെ 3 രീതിയിൽ. അപ്പൊ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ് പൂർവ്വ മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ അല്ലെ. ആരൊക്കെയാണ്? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് ഇവയാണ് പൂർവ്വ മസ്തിഷ്കം. ഇനി മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലുത് നമുക്കറിയാം സെറിബ്രമാണ്. ചിന്താബുദ്ധി, ഓർമ്മാഭാവന ഇവയുടെ കേന്ദ്രമാണ് സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് അല്ലെ. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് അല്ലെ. ആന്തര സമസ്ഥിതിക്ക് ഹൈപ്പോതലാമസ് ആണ്. പിന്നെ അമിഗ്ഡല, ഹിപ്പോകാമ്പസ് എന്നിവ പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. ആരാണ്? അമിഗ്ഡല, ഹിപ്പോകാമ്പസ്. ഇത് രണ്ടും ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ അമിഗ്ഡല ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അമിഗ്ഡല, ഹിപ്പോകാമ്പസ് എന്നിവ പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ്. മധ്യ മസ്തിഷ്കത്തിന്റെ പുറം ഭാഗത്ത് ഗോളാകൃതിയിലുള്ള 4 ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവ കോർപ്പറ ക്വാഡ്രിജെമിന അല്ലെ. കോർപ്പോറ ക്വാഡ്രിജെമിന എന്നറിയപ്പെടുന്നു. കോർപ്പോറ ക്വാഡ്രിജെമിന. അപ്പൊ മധ്യ മസ്തിഷ്കത്തിന്റെ പുറം ഭാഗത്ത് ഗോളാകൃതിയിലുള്ള 4 ഭാഗങ്ങളുണ്ട്. അതാണ് കോർപ്പോറ ക്വാഡ്രിജെമിന അല്ലെ. 4 ഭാഗങ്ങളാണ് ക്വാഡ്രി കൊണ്ട് ഉദ്ദേശിച്ചത്. കോർപ്പോറ ക്വാഡ്രിജെമിന. അപ്പൊ സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ എന്നിവ പിൻ മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. പിൻ മസ്തിഷ്കമാണ് സെറിബെല്ലം. പിന്നെ എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നിലയാണ് സെറിബെല്ലം. അനൈച്ഛികം, അതായത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അപ്പൊ നമ്മൾ മസ്തിഷ്കത്തിനെ എത്രയായിട്ട് തരംതിരിച്ചു? 3 ആയിട്ട് തരംതിരിച്ചു. അതായത് പൂർവ്വ മസ്തിഷ്കം, മധ്യ മസ്തിഷ്കം, പിൻ മസ്തിഷ്കം. പൂർവ്വ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. അതിലാണ് സെറിബ്രം ഉള്ളത്, തലാമസ്, ഹൈപ്പോതലാമസ് ഉള്ളത്. ഇനി മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന അതിലേക്ക് കേന്ദ്രമാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലമസ്. ഹൈപ്പോതലാമസ് എന്താണ്? ആന്തര സമസ്ഥിതി പാലനമാണ്. പിന്നെ അമിഗ്ഡല, ഹൈപ്പോകാമ്പസ് തുടങ്ങിയവ പൂർവ്വ മസ്തിഷ്കത്തിന്റെ തന്നെ ഭാഗമാണ്. ഇനി മധ്യ മസ്തിഷ്കത്തിന്റെ പുറം ഭാഗത്ത് ഒരു 4 ഗോളാകൃതിയിലുള്ള ഭാഗങ്ങളുണ്ട്. അതാണ് കോർപ്പോ ക്വാഡ്രിജെമിന അല്ലെ. കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്നത് അത് മധ്യ മസ്തിഷ്കത്തിലാണ്. പിന്നെ സെറിബെല്ലം, പിന്നെ എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇതൊക്കെ എന്താണ്? പിൻ മസ്തിഷ്കമാണ്. സെറിബെല്ലം ചെയ്യുന്നത് തുലന നിലയാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണ്? അനൈച്ഛികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ.